ഇപ്പോൾ ഈ സേന ഒരു സിസ്റ്റത്തിനകത്താണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ അവർക്കൊരു ധാർമ്മികതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ളൊരു ക്ലാഷ്, അല്ലെങ്കിൽ ഈ ധാർമ്മികതയും ഈ സിസ്റ്റത്തിൻ്റെ ഇടയിലൊരു ക്ലാഷ് അത് കാണിക്കാൻ സംവിധാനം ശ്രമിച്ചിട്ടുണ്ടോ? അത് തന്നെയാണല്ലോ എല്ലാ പടത്തിലും. അത് തന്നെ. അത് എന്തുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ ഒരു അതെന്താണെന്ന് വെച്ചാൽ ഏറ്റവും സ്വാതന്ത്ര്യമില്ലാത്തതും ഒരു തൊഴിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആവാജം എപ്പോഴും ഉണ്ട്, പണി പോകാതിരിക്കലാണ് ആദ്യത്തെ പണി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് പ്രതികരിക്കാൻ തോന്നുന്ന സംഭവങ്ങളുണ്ടാവും. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ വെളിയിലൊരു കാര്യം കണ്ടാൽ നമ്മൾ ഇടപെടാറില്ലേ? ഇപ്പോൾ ഒരു പോലീസുകാരൻ അതേപോലെ പോലും ഇടപെടാൻ പറ്റില്ല. കാരണം ഇതൊരു ട്രെയിനിങ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എല്ലാ സ്വഭാവങ്ങളും മാറിയിട്ടുണ്ട്. ഒരു 9 മാസത്തെ ട്രെയിനിങ്ങിൽ ഒരാൾക്കല്ല ശിക്ഷ എന്ന് വെച്ചാൽ, രാത്രി മെസ്സിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് പോയാൽ ഞങ്ങൾ 120 പേര് ബാരക്കിൻ്റെ അകത്ത് രാത്രി തവളയാടാറുണ്ടായിരുന്നു. ഒരാളുടെ പ്ലേറ്റ് എന്ന് വെച്ചാൽ ഒരാൾക്ക് മാത്രമായിട്ട് ശിക്ഷ കൊടുക്കില്ല, എന്ത് സംഭവിച്ചാലും എല്ലാവർക്കും കൂടെയാണ് ശിക്ഷ കൊടുക്കുന്നത്. പിന്നെ രാവിലെ ഗ്രൗണ്ടിൽ വെച്ചാണ് ഒരാൾക്ക് തെറ്റ് പറ്റുന്നെങ്കിൽ ആ 30 പേര് ഓടും, ആ പ്ലട്ടൂൺ ഓടിക്കൊണ്ടിരിക്കും. നമ്മളൊരു യൂണിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിലോട്ട് വരാറില്ല. അത് ആ പ്രോസസ് കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രതികരണമൊക്കെ തീരും, സമാധാനമായി എന്ത് വേണമെങ്കിലും നടന്നോട്ടെ എന്ന് പറയുന്ന, അല്ലെ എടുത്തിയാട്ടമില്ലാതെ ഒരു ഉദ്യോഗസ്ഥന്റെ പറച്ചിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരാളായി മാറും.